ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു തിക്കിടീൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. തിക്കിടി എന്ന് വെച്ചാൽ നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പറയുമെന്ന് അറിയില്ല, നമ്മുടെ അവിടെ ഇതിന് തിക്കിടി എന്നാണ് പറയുക. ഇത് പെട്ടെന്നാണ് വീഡിയോ എടുക്കണ ഓർമ്മ പോയത് കേട്ടോ. അപ്പോഴാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്, അതുകൊണ്ട് വാട്ടണതൊന്നുമില്ല. ഞാൻ പത്തിരിക്ക് വാട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതും വാട്ടിയിട്ട് ഇത് ഇങ്ങനെയാണ് ഉരുള ഉരുട്ടുന്നത് കേട്ടോ. ഓരോന്നിങ്ങനെ ഓരോ അമത്തി നമുക്ക് ഈ ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് ഇഡ്ഡലി ചട്ടിയിൽ ആവിയിൽ വെക്കുക, തുണി വിരിച്ച് ആവിയിൽ വെച്ചിട്ട് ഇത് ഇത്ര ഐറ്റംസ് നമുക്ക് മതി കേട്ടോ. കുറച്ചെടുത്തിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നമ്മൾ ഈ ഐറ്റംസ് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് മാത്രം നന്നായി ക്രഷ് ചെയ്തെടുത്തു. സവോള, തക്കാളി, മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പട്ട, ഗ്രാമ്പു, ഏലക്ക ആദ്യം ഇടണം കേട്ടോ. അത് വീഡിയോ എടുത്തു, അത് കട്ടാക്കിപ്പോയി. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ വേണം ഇതൊക്കെ വഴറ്റാൻ, അപ്പോഴേ നല്ല മണം ഉണ്ടാകുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ മാത്രം മതി. വെളിച്ചെണ്ണയിൽ ഒരു പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക ഒക്കെ ഇട്ടിട്ട് സവോള ഇട്ട്, തക്കാളി ഇട്ട്, മല്ലിയില ഇട്ട്, പിന്നെ നമ്മുടെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് പട്ട, ഗ്രാമ്പ് പൊടി, നമ്മൾ ഈ ചതച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മണക്കം, ഇങ്ങനെ വീടൊക്കെ ഗമ വാസം വീസും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കറിൽ ഒന്നുമില്ല, അത് വെറുതെ കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കുക. എന്നിട്ട് അതിൽ 1 സ്പൂൺ അരിപ്പൊടിയാണ് ഇതിൽ കലക്കി വയ്ക്കുന്നത് കേട്ടോ. നമ്മുടെ തേങ്ങ അരയ്ക്കുമ്പോൾ 2 പെരുംജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അത് വെച്ച് അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരിപ്പൊടി കലക്കി വയ്ക്കുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് ഒഴിച്ചാലേ നമുക്ക് ഇത് കറക്റ്റായി കിട്ടുള്ളൂ. തിക്കിടിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് അരിപ്പൊടി ഒഴിച്ച് ഈ തേങ്ങ അരച്ചതൊഴിച്ച് നമ്മൾ ഈ വേവിച്ച് വെച്ച തിക്കിടി കുഞ്ഞ് ബോൾസ് ഉണ്ടല്ലോ, അതിനെ എടുത്ത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി കുറച്ച് നെയ്യും മല്ലിയിലയും ഇടുക. എന്നിട്ട് ഇത് എൻ്റെ മകൾക്ക് തിന്നാൻ കൊടുത്തു. അത് ചൂട്ടോടെ വായിലിട്ട് അണ്ടകടാകടം വരെ പൊള്ളിപ്പോയി ഗായ്സ്. എന്നാലും അവൾ പറയും, സൂപ്പറായിട്ടുണ്ടമ്മ, സൂപ്പറായിട്ടുണ്ട്, ഇന്നെയും ഉണ്ടാക്കി തരുമോ? അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.